ആഗ്രഹം പഠിച്ചൊരു ജോലി വാങ്ങണം എന്നൊരാഗ്രഹമുണ്ട്. എന്നെ ഇപ്പം നോക്കുന്ന പോലെ എൻ്റെ അച്ഛനെയും അമ്മയും എനിക്ക് തിരിച്ച് നോക്കണം എന്നൊരാഗ്രഹമുണ്ട്. അല്ലാതെ ആഗ്രഹങ്ങളൊന്നും. ഞങ്ങൾ 2 മണിയാകുമ്പോഴത്തേക്കിന് ഇവിടെ നിന്ന് ഇറങ്ങും. ഇറങ്ങിയിട്ട് 4 മണിക്കാണ് കൊല്ലത്തുനിന്ന് ട്രെയിൻ ഇതാവുന്നത്. അത് കാരണം നമ്മൾ അപ്പോഴത്തേക്കിന് 4 മണിയാകുമ്പോഴത്തേക്ക് കൊട്ടാരക്കര ചെല്ലും. എന്നിട്ട് അവിടുന്ന് കൊട്ടാരക്കര കയറി വിൽപ്പുറത്ത് ഇറങ്ങും. വിൽപ്പുറത്തുനിന്ന് നമ്മൾ സ്ഥിരം പോകുന്നൊരു ടാക്സി ഉണ്ട്. ആ ടാക്സിക്കാരനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ നമ്മൾ സ്റ്റേഷൻ എടുക്കാറാകുമ്പോഴത്തേക്കിന് വിളിച്ചാൽ അവിടെ വരും, നമ്മളെ വന്ന് കൊണ്ടുപോകും. അവിടെ റൂമും നേരത്തെ സ്റ്റാഫ് വിളിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് റെഡിയാണ്. മൂന്നാം ക്ലാസ് വരെ ഞാൻ ബസ്സിനായിരുന്നു സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം 3-ാം ക്ലാസ് കഴിഞ്ഞാൽ എന്നെ ഇവിടെ അടുത്തുള്ളൊരു സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞപ്പം ഞാനും ആ ചേച്ചിയും എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞങ്ങൾ 3 പേരോട് നടന്നു പോകാൻ തുടങ്ങിയ ശേഷമാണ് കണ്ടിന്യൂസ് വീഴാൻ തുടങ്ങി. ശരീരം എവിടെയെങ്കിലും മുറിയും, ഇല്ലെങ്കിൽ കരിനീലിച്ച് വരും, ഭയങ്കര പെയിന് കാര്യങ്ങൾ. അങ്ങനെ ഇവിടെ ചെങ്ങന്നൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചെങ്ങന്നൂർ ഹോസ്പിറ്റലിൽ നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് തന്നു. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ 1 വർഷത്തോളം 9 മാസം അവിടെ അഡ്മിറ്റാക്കി. ഡോക്ടർ പറഞ്ഞു നമുക്ക് കാല് സർജറി ചെയ്യണം, നമുക്കൊരു ഇച്ചിരി ബയോസിക്കിന് അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സർജറി ചെയ്ത് ബയോസിക്കിന് അയച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ബോൺമാരോടെ ഒരു ലക്ഷണമാണെന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് പോണ്ടിച്ചേരി ജിറ്റ്മർ എന്ന് പറയുന്ന ഹോസ്പിറ്റലുണ്ട്, അവിടെ ഒന്ന് കൊണ്ടുപോയി അവളെ കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പോണ്ടിച്ചേരി പോകുന്നത് 2018 ഹോസ്പിറ്റലിലെ വീട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. 2026 അതങ്ങ് കുടിക്കങ്ങേ. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ജെൻഡർ ടെസ്റ്റ് ചെയ്യുന്നതിന് 14,800 രൂപയാവും, നിങ്ങൾ തയ്യാറാണോ? അന്നേരം നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജെൻഡർ ടെസ്റ്റ് എന്നൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് കുഞ്ഞിൻ്റെ ജെൻഡർ ടെസ്റ്റ് ചെയ്തെങ്കിൽ ഇനി ഇവർക്ക് എന്തെങ്കിലും ജെനറ്റിക് പരമായിട്ട് എന്തെങ്കിലും ടെസ്റ്റാണോ എന്ന്. അപ്പോൾ അവർ ഞങ്ങളോട് ചോദിച്ചു, നമ്മൾ പറഞ്ഞ് ചെയ്യാം. ഇനി നമ്മുടെ ഇത്രയും ബ്ലഡ് ടെസ്റ്റും മറ്റ് MRIയും CT സ്കാനും എല്ലാം എടുത്തിട്ടും ഒരു ബുദ്ധിമുട്ട് നമുക്കറിയുന്നില്ല. എന്തോ കറി കൊണ്ടുപോകുന്നേ? മുളക് കൊടുക്കാനൊക്കെ ഇല്ലല്ലോ. 2022 ജെനറ്റിക് ടെസ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് വന്നു, ശരീരത്തെ ബ്ലഡ് സെല്ല് പൊട്ടുക എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു അച്ഛനെ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അമ്മ ഒരു കസാരയിൽ നിന്ന് കരയുവാണ്. ഡോക്ടർ ഇതുപോലെ പറഞ്ഞു എനിക്ക് മുടി ഉണ്ടായിരുന്നു. ഡോക്ടർ ആദ്യം എന്നോട് പറഞ്ഞു എൻ്റെ മുടി വെട്ടിക്കളയണം. ലോകത്തിൽ ഇവർക്ക് മാത്രമേ ഈ ഒരു 4 സ്ഥിരീകരിച്ചിട്ടുള്ളൂ. ടൈപ്പ് എയർലർ-ഡാൻലോസ് സിൻഡ്രോം ടൈപ്പ് 4 എന്ന് പറയുന്നത് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. പക്ഷേ ഇത് 3നും ട്രീറ്റ്മെൻറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ 4ന് മാത്രം ട്രീറ്റ്മെൻറ്റ് കണ്ടെത്തിയിട്ടില്ല. ഇതിന് മരുന്നില്ല. പിന്നെ ഇത് സംബന്ധമായിട്ട് അവർക്ക് ശരീരത്ത് പല കണ്ണിന് കാഴ്ച കുറയുന്നുണ്ട്. ഇപ്പം തന്നെ മൂക്കിൽ കൂടെ ബ്ലീഡിങ് ആയി തുടങ്ങി. അതിന് വേണ്ടിയിട്ട് ഇപ്പം സർജറി ചെയ്ത്. പിന്നെ സ്കിന്നിന് പ്രശ്നമുണ്ട്. അങ്ങനെയൊക്കെയുള്ള പിന്നെ ബ്ലീഡിങ് നിൽക്കത്തില്ല, മെൻസസ് പോലൊക്കെ ബ്ലഡ് പോവും, പാട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് സ്കിന്നും ഇതിന് മരുന്ന് കണ്ടുപിടിച്ച് അമേരിക്ക ട്രയൽ നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. പിന്നെ അതിനെക്കുറിച്ചൊന്നും നമുക്കറിയത്തില്ല. എല്ലാവരും ഓരോന്ന് പറയുന്നു, അത് കേൾക്കുന്നു. ചിലപ്പം ഒരു മാസത്തിൽ 2 പ്രാവശ്യം പോകാവുന്ന സമയമുണ്ട്. ചിലപ്പം ഇവിടുന്ന് കാറിൽ പോയ സമയമുണ്ട്, ആംബുലൻസിൽ പോയ സമയമുണ്ട്, പോണ്ടിച്ചേരി വരെ. ഇനി എത്ര ദിവസം അവിടെ നിൽക്കുമെന്ന് നമുക്കറിയത്തില്ല, അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. കുഞ്ഞിനെയും കൊണ്ടുപോകുമ്പോൾ 8 ഡോക്ടർമാരെ കാണണം. ഒരു ദിവസം കാണുന്നത് നടക്കത്തില്ല. അതുകൊണ്ടായി 10-20 ദിവസം അവിടെ നിൽക്കേണ്ടി വരുന്നത്. ഏപ്രിൽ 17, 2023 ഞങ്ങളെല്ലാ ആഴ്ചയിലും ഇങ്ങനെ ടൂർ പോകാമെന്ന് ഇവിടുത്തെ ആൾക്കാരൊക്കെ സംസാരമായി.
ഇവിടെ ബാഗും കെട്ടിക്കൊണ്ട് ടൂറ് പോവാന്ന്. കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ അസുഖക്കാരിയല്ലല്ലോ പുറമേ നോക്കുമ്പോൾ. അങ്ങനെ പോയി, അങ്ങനെ ഈ പത്രത്തിൽ നമ്മൾ ഈ അസുഖത്തെക്കുറിച്ച് പിന്നെ നമ്മൾ മൊത്തം ലോകം അറിയട്ടെ എന്ന് വിചാരിച്ചു. ഈ പത്രത്തിലും വന്നു കഴിഞ്ഞപ്പോൾ ഈ ബാംഗ്ലൂരിലെ ആദ്യം അത് അവരെ നമ്മൾ വിളിക്കുകയും അവർ സംസാരിക്കുകയും പിന്നെ അന്ന് മുതലുള്ള ബില്ലിൻ്റെ പൈസ, പിന്നെ നമ്മളെപ്പോഴും ഒരു കട ഇവിടുന്ന് താമസിക്കുന്നിടത്തെയും അവിടെ പോയി താമസിക്കുന്നിടത്തെയും ഹോട്ടലിലെയും, പിന്നെ ആണെങ്കിൽ മരുന്നിൻ്റെ, അതുകൊണ്ടൊക്കെ ഇച്ചിരൊക്കെ പിടിച്ച് നിൽക്കുന്നു. ടിക്കറ്റാണ് പ്രശ്നം. എന്തായാലും ഇപ്രാവശ്യം ടിക്കറ്റ് അങ്ങ് കൺഫേം ആയി. കണ്ടിന്യൂസ് യാത്ര ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മടുക്കും. പിന്നെ നമ്മൾ കറങ്ങാനൊന്നും അല്ലാത്തതുകൊണ്ട് ഞാനും അച്ഛനും അമ്മയും മാത്രമായിട്ടാണ് വന്നത്. അല്ലാതെ കസിൻസ്, ചേച്ചി, അനിയൻ അവരാരും കൂടെ വരുന്നില്ല. എൻ്റെ പെരളിക്ക് ജീവനുള്ളിടത്തോളം അവളെ കൊണ്ടുപോകും. ഞാൻ എവിടെ ആയാലും എന്നെ കൊണ്ടുപോകും.